തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റ് തകരാർ. കാഷ്വാലിറ്റിയിലെ ലിഫ്റ്റിലാണ് ഇന്ന് രോഗിയും ഡോക്ടറും കുടുങ്ങിയത്. വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് ഒരു രോഗി ലിഫ്റ്റിൽ കുടുങ്ങി തലനാരിടയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നിതാ വീണ്ടും കാഷ്വാലിറ്റിയിലെ ലിഫ്റ്റിൽ രോഗിയും ഡോക്ടറും കുടുങ്ങിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ലിഫ്റ്റ് തകരാറിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാഷ്വാലിറ്റിയിലെ ലിഫ്റ്റാണ് ഇന്ന് രോഗിയും ഡോക്ടറും കുടുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിവിട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. 10 മിനിറ്റോളം ലിഫ്റ്റ് തകരാറിലായി കിടന്നു. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. 10 മിനിറ്റുകൾക്ക് ശേഷം രോഗിയെയും ഡോക്ടറെയും ലിഫ്റ്റ് തുറന്ന് പുറത്തെത്തിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ 10 മിനിറ്റ് കൊണ്ട് തന്നെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരം. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ചയും ഇതുപോലെ ഒരു തിരുവനന്തപുരത്തെ ഒരു തിരുമല സ്വദേശി രവീന്ദ്രന് ഇതുപോലെയുള്ള ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 2 ദിവസമാണ് അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംഭവത്തിന് പിന്നാലെ ആരോഗ്യവകുപ്പ് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ലിഫ്റ്റിൽ കുടുങ്ങിയവരുടെ ആരോഗ്യസ്ഥിതിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരം. പക്ഷേ ഇത് ഒരു ഗുരുതര വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കണം. കാരണം കഴിഞ്ഞ ദിവസമുള്ള ലിഫ്റ്റ് അപകടം കണക്കാക്കുമ്പോൾ അത് വിശദീകരണം അധികൃതർ നൽകിയത് അത് ഉപയോഗിക്കാതെ കിടന്നിരുന്ന ലിഫ്റ്റാണ്. പ്രത്യേകിച്ച് മുന്നറിയിപ്പ് എഴുതി വെച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി കുടുംബത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ കുടുങ്ങിയ രവീന്ദ്രന്റെ ആ ഒരു ഘട്ടത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് വീഴ്ച തന്നെയാണ് സംഭവിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി അത് വിശദമായി അന്വേഷണം നടത്തി. അതിലാണ് മനസ്സിലായത് ഇത് വീഴ്ച തന്നെയാണെന്ന്. അതിന് പിന്നാലെയാണ് ഇത് 3 പേരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും കാഷ്വാലിറ്റിയിലാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ അത്യാവശ്യമായി ലിഫ്റ്റുകൾ നിരവധി സമയം ആവർത്തിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്താണ് രോഗിയും ഡോക്ടറും അതിൽ കുടുങ്ങിയിരിക്കുന്നത്. 10 മിനിറ്റ് എടുത്തെങ്കിലും അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. അത്തരത്തിലാണ് ഈ സാഹചര്യം നിലനിൽക്കുന്നത്. ശരി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റ് തകരാർ. കാഷ്വാലിറ്റിയിലെ ലിഫ്റ്റിലാണ് ഇന്ന് രോഗിയും ഡോക്ടറും 10 സമയത്തോളം കുടുങ്ങിയത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.